മാറ്റമല്ലേ ഇപ്പോ? പെൺകുട്ടികൾക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യ! വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ കൂടെ യാത്ര ചെയ്യാം, അയാളെ മനസ്സിലാക്കാം, പിന്നെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇപ്പോഴും ഇങ്ങനൊന്നും നടക്കില്ല. അവിടെ ഒരാൾ വരുന്നു, കാണുന്നു, ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും ചോദിക്കില്ല, കല്യാണവും കഴിക്കുന്നു. ആ, ഏകദേശം സാർ എന്നെ കല്യാണം കഴിച്ച പോലെ തന്നെയാ. ഞാൻ സാറിന്റെ കല്യാണം നടത്താൻ പണിയെടുക്കാൻ വരുന്നു. പെട്ടെന്ന് സാർ ഒരു താലി കൊണ്ടുവന്ന് എന്റെ കഴുത്തിൽ കെട്ടുന്നു. അല്ല, അതിപ്പോ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. അത് നന്നായി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനേ വേദ മാഡത്തിന്റെ കാര്യം പറഞ്ഞതാ. വേദ മാഡം രഞ്ജിത്ത് സാറിന്റെ കൂടെ പോട്ടെ, രഞ്ജിത്ത് സാറിനെ നന്നായിട്ട് മനസ്സിലാക്കട്ടെ, അതല്ലേ സാറിന്റെ ആഗ്രഹം. എന്നിട്ട് വേദ മാഡം രഞ്ജിത്ത് സാറിന്റെ എന്തേലും കുറ്റങ്ങള് സാറ് കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ചാല് നമുക്കങ്ങ് സ്ട്രോങ് ആയിട്ട് നിക്കാലോ. ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാവോ? ആ, ഉണ്ടാവും. എന്തിനാ സർ? കുറച്ച് ഐസ് ക്യൂബ് അങ്ങെടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒരു തോർത്തിലിട്ടങ്ങ് കെട്ടണം. എന്തിനാ? എന്നിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്റെ തലയിലേക്ക് അങ്ങ് വെച്ചാ മതി. എന്നെ തണുപ്പിക്കാനല്ലേ താൻ നോക്കുന്നേ? അല്ല, സാറിനെ രഞ്ജിത്ത് സാറിന്റെ കൂടെ പോകാൻ പറഞ്ഞ് വിളിച്ചു നിർത്തിയിട്ട് പത്മ മാഡം അങ്ങനെ ചെയ്തത് സത്യത്തിൽ ശരിയായില്ല. സാറ് പോരുന്നെങ്കിലേ അയാൾ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കായിരുന്നല്ലേ? അതിന് അവനെ മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? അവൻ ഗംഭീര സംഭവല്ലേ. അമേരിക്കക്കാരൻ, കാശുകാരൻ, കുടിക്കില്ല, വലിക്കില്ല, പിന്നെന്താ പ്രശ്നം? അത് സാറിനെ കളിയാക്കിയതാ. ആ, അതൊക്കെ പോട്ടെ. ഈ വേദയ്ക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അവൾ ഈ അമ്മയുടെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നല്ലാതെ ബുദ്ധി കുറവാ. ബുദ്ധി കുറഞ്ഞിട്ടാണോ കോളേജിൽ പഠിക്കുന്നത്? എടോ, ഞാനും കോളേജിൽ പഠിച്ച തന്നെയാ. കോളേജിൽ പഠിക്കുന്ന എത്ര മന്ദബുദ്ധികളെ തനിക്കറിയാം? എടോ, ഒരു പരീക്ഷ എഴുതി മാർക്ക് കിട്ടി കോളേജിൽ എത്തുന്നതിലും എടുക്കൊന്നുമില്ല. എടോ, നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ മനസ്സിലാക്കൽ, എടോ അതൊക്കെയാ ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും അവളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ കള്ളത്തരം അവൾ പിടിക്കുകയില്ല. ഇതെന്തിനാ ഈ കള്ളത്തരം എന്ന് പറയുന്നേ? അങ്ങനെ രഞ്ജിത്ത് സാറിന് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും അത് കാണില്ലേ സാർ? അതെ, ഒരു കള്ളനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരുത്തൻ മനസ്സറിഞ്ഞ് കള്ളന്റെ കുപ്പായി എടുത്തിട്ടാൽ അവനെ തിരിച്ചറിയാനും പറ്റില്ല, പിടിക്കാനും പറ്റില്ല. അല്ല, സാറിന്റെ സംസാരം കേട്ടിട്ട് സാർ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാനുള്ള സാധ്യതയുണ്ടോ? ചാൻസ് കിട്ടിയാൽ ഞാൻ മുടക്കും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ല സർ. കുടുംബത്തിൽ എല്ലാരും കൂടി ഒരു കല്യാണം തീരുമാനിച്ചിട്ട് അത് സാറങ്ങ് കയറി മുടക്കാന്നൊക്കെ പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ സാറിന് ആർക്കും കണ്ടുകൂടാ. അതിന്റെ കൂടെ എനിക്ക് കല്യാണം കൂടി മുടക്കാൻ പോകുന്നത്. അത് സ്വന്തം പെങ്ങടെ കല്യാണം. ഇവിടെ ഉള്ളവരും മാത്രല്ല, നാട്ടുകാരും സാറിനെ കുറ്റം പറയും. പറയട്ടെ, ആര് വേണമെങ്കിലും പറയട്ടെ. വേണ്ട വേണ്ട, അതിനെനിക്ക് ഇത്ര ചെയ്തമുണ്ട്. എന്റെ സാറിനെ കുറ്റം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. സാർ നല്ല ഡീസന്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറി അങ്ങനെ നടക്കുന്ന എനിക്കിഷ്ടം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനേ നാളെ വെളുക്കുമ്പോ മുതല് ഇങ്ങനെ എല്ലാവരുടെ മുമ്പില് ഈ എന്ന് പറഞ്ഞോണ്ട് ചിരിച്ചോണ്ട് നടന്നാ മതിയോ? ഇപ്പൊ ചിരിച്ചത് കൊള്ളില്ല. സാറ് ചുമ്മാ ഇരിക്കുമ്പോ നന്ദിനീന്ന് വിളിച്ചിട്ടൊരു ചിരി ചിരിക്കില്ലേ, അതാ രസം. പിന്നെ രഞ്ജിത്ത് സാർ വേദ മാഡമായിട്ട് പോയ സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ നിന്ന് തൂത്ത് തുടച്ച് കളഞ്ഞേക്ക്. ഇനി അത് ചിന്തിക്കില്ലല്ലോ? ഇല്ല, നന്ദിനി പറഞ്ഞാ പിന്നെ ചിന്തിക്കാൻ പാടില്ലല്ലോ. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നന്ദിനി, എന്താ? ഇതാണോ ആ ചിരി? ഇത് തന്നെ. ഇങ്ങനെ ചിരിക്കുമ്പോഴാ എന്റെ സൂര്യ സാറിന് അഴക്.